അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇപ്പോൾ ബി.ജെ.പിയിലെ ഒരു പ്രതിനിധിയുണ്ടോ ഈ പറയുന്ന ഈ 9 പേരിൽ മഹസറിൽ ചെമ്പുവാളിയാക്കിയവരിൽ? അങ്ങേക്ക് ഉണ്ടെങ്കിൽ അങ്ങക്ക് അത് സമ്മതിക്കാം ഈ ഘട്ടത്തിൽ. അല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാറുണ്ടോ? ഞാനറിയില്ല. അവർ വോട്ട് ചെയ്യാറുണ്ടാവും, പക്ഷെ അവർ മെമ്പർഷിപ്പ് എടുക്കാറില്ല രാഷ്ട്രീയ പാർട്ടിയിൽ. അവർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ട്, അതായത് NGO അസോസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ NGO യൂണിയൻ ഉണ്ട്, NGO സംഘ് ഉണ്ട്, പല എന്താ പറയുക ജീവനക്കാരുടെ സംഘടനയുണ്ട്. അപ്പോൾ അതൊക്കെ അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് ഇവിടെ എന്താണ്, ഇവിടെ വളരെ സൗകര്യപൂർവ്വം ഇന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ സംസാരിക്കുന്ന CPM പ്രതിനിധിയും CPMൻ്റെ നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന വ്യക്തിയുമൊക്കെ ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2019 ഏതോ ഒരു പോറ്റി വന്നു, അയാൾ എങ്ങനെയോ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു, ഈ സാധനമായിട്ട് പോയി. അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. ഈ വിഷയം ഇപ്പോൾ ഇത്രയും വലിയ വിഷയമാവാനുള്ള കാരണം എന്താ? ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നോമിനികളായ ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു തട്ടിപ്പ് 2019 നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിട്ടാണോ? ആണോ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങോട്ട് പുറത്തുവിട്ടിട്ടാണോ? അല്ല. ഇത് വീണ്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും ഈ പണിയെടുക്കാൻ പോറ്റിയെ ഏൽപ്പിച്ചു. 2019 ഭൂലോക തട്ടിപ്പ് നടത്തിയ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തി വീണ്ടും ഈ പണി, സ്വർണം പൂശൽ പണി എടുക്കാൻ ഏൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ ഒരു ഭക്തൻ കേസുമായി പോയി. അങ്ങനെയല്ലേ ഇത് പുറത്തു വന്നത്? ആ ഭക്തൻ കേസുമായി പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അറിയില്ല, അവിടുത്തെ മാധ്യമ പ്രവർത്തകർ അറിയില്ല. ഇത്തവണയും ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത് കൊണ്ടുപോകും, അയാൾ ഇത് ഉരുക്കും, അയാൾ ഇത്തവണയും അതിൽ നിന്ന് സ്വർണം എടുക്കും. അത് അയാൾ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മറ്റ് വലിയ ഈശ്വരവിശ്വാസികൾ അയ്യപ്പൻ്റെ അവിടെ പ്രതിഷ്ഠിച്ച ഒരു കൊച്ചു സ്വർണം കിട്ടിയാൽ അത് വലിയ സൗഭാഗ്യമാണെന്ന് കരുതുന്നവർക്ക് മറച്ചു വിൽക്കും. ഇതൊക്കെ വീണ്ടും ആവർത്തിക്കില്ലായിരുന്നോ? ഒരു ഭക്തൻ, എവിടെ നിന്നോ വന്ന ഒരു ഭക്തൻ്റെ ശ്രദ്ധ, കരുതൽ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹം ധീരമായി എടുത്ത നടപടി കൊണ്ടല്ലേ ഇത് ലോകമറിഞ്ഞത്. നിങ്ങൾ വീണ്ടും കൊണ്ടുവന്നില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റീനെ? ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി? നിങ്ങളുടെ ആരാ? പോളിറ്റി ബ്യൂറോ മെമ്പറാ? ഓ, നിങ്ങൾ വലിയ എന്താ പറയുക ഒന്നും അറിയാത്ത ആളുകൾ. നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ, നിയമം അതിൻ്റെ വഴിക്ക് പോകാൻ നിങ്ങൾ സമ്മതിച്ചോ? 2019 ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് നിങ്ങൾ അറിഞ്ഞോ? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇതിന് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു വസ്തുവിനും കൊള്ളില്ല, കാലണക്കി കൊള്ളാത്തവരാണ് നിങ്ങൾ, ഇൻഎഫിഷ്യൻറ്റ് ആൾക്കാരാണ്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒന്നുകിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഹീസ് ഇൻഎഫിഷ്യൻറ്റ്, ഒരു വസ്തുവിനും കൊള്ളില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നുകിൽ ഇതിന് കൂട്ടുനിന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരു വസ്തുവിനും കൊള്ളില്ല, അയാളെ മൂക്കിന് താഴെ നടക്കുന്നത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബാധകമാണ്. ഒന്നുകിൽ അവർ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത്, ഒന്നുകിൽ അവർക്ക് ഇതൊന്നും അറിയില്ല, കണ്ടെത്താനുള്ള കഴിവും ബുദ്ധിയും പ്രാപ്തിയില്ല, അല്ലെങ്കിൽ ഈ കച്ചവടത്തിൽ അവർക്കും പങ്കുണ്ട്. ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇയാളെ വീണ്ടും കൊണ്ടുവന്നിട്ട് ഈ പണി വീണ്ടും എടുക്കാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് ഇത് വിവാദമാകുന്നത്. അപ്പോഴാണ് പഴയ കഥ മുഴുവൻ വരുന്നത്. പഴയ കഥയുടെ കാര്യത്തിൽ എത്ര തട്ടിപ്പ് നടന്നു, എത്ര സ്വർണം വെട്ടിപ്പ് നടത്തി, എത്ര ഗ്രാം കൊണ്ടുപോയി, അന്വേഷിക്കട്ടെ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിങ്ങളോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടില്ല, പോലീസിനോട്, സർക്കാരിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മുദ്ര വെച്ച കവറിൽ ഇവിടെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങളോട് അന്വേഷണത്തെ പുരോഗതിയെപ്പറ്റി സംസാരിക്കരുത്, വിവരം കൊടുക്കരുത്. ആ റിപ്പോർട്ട്, അന്വേഷണ കാലാകാലം കിട്ടുന്ന റിപ്പോർട്ട്, 6 ആഴ്ച കഴിഞ്ഞാൽ കൊണ്ടുവരേണ്ട റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ നിങ്ങളെ കാണിക്കാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഹൈക്കോടതിയിൽ ഏൽപ്പിക്കണം, എന്നിട്ട് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിർദ്ദേശാനുസരണം നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സമാധാനപരമായി ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു കച്ചവട കേന്ദ്രമാണ്. നിങ്ങൾക്ക് സനാതന ധർമ്മം, ഡെങ്കുവാണ്, മലേറിയയാണ്, അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന വിദ്വാനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ ഉദ്ദേശം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് പൈസയാണ്. ശബരിമല സ്വർണം കായ്ക്കുന്ന ഒരു മരമാണ്. അവിടെ ഇഷ്ടംപോലെ സ്രോതസ്സുകളുണ്ട് ധനം സമ്പാദിക്കാൻ. അതിൽ നിങ്ങൾ നേരിട്ടും അല്ലാതെയും മറ്റ് ഇതുപോലത്തെ തസ്കരന്മാരെയൊക്കെ ഏൽപ്പിച്ച് അതിൽ അവർ കിട്ടുന്നതിൽ ഷെയർ വാങ്ങിച്ച് ഈ ശബരിമലയെ വലിയ ഒരു പണസമ്പാദ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അത് പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യതയാണ്. ഇപ്പം ഞങ്ങളൊന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് കൊള്ളില്ല, അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ്. നിങ്ങൾ യു ആർ ഗുഡ് ഫോർ നത്തിങ്, നിങ്ങൾ ഈ പണിക്ക് പറ്റാത്തവരാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കേരള ഹൈക്കോടതി അന്വേഷിക്കട്ടെ. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം എത്ര പവൻ, എത്ര ഗ്രാം, ഇതൊക്കെ ഇനി ഓരോന്നായി വരും. ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടും, ഒരു സംശയമില്ല. ഒരുപാട് ആളുകൾ ജയിലിൽ പോകും. ആരൊക്കെ എന്ന് പറയാൻ നമ്മൾ ആളല്ല. നമുക്കറിയില്ല അതിന്റെ വ്യാപ്തി, ഈ കളവിന്റെ വ്യാപ്തി നമുക്കറിയില്ല, അത്രയേ ഉള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.